ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞാലും തീരെയല്ല. അങ്ങനെയാണ് ചില ആളുകൾ. ഏറ്റവും അധികം കഷ്ടം സഹിക്കുന്ന, ഏറ്റവും അധികം പോരാട്ടമുള്ള ആളുകൾ, അവരുടെ ജീവിതം തന്നെ തലമുറകൾക്കൊരു സന്ദേശമായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയുസ്സിൽ ആർക്കുമില്ലാത്ത പോരാട്ടങ്ങൾ, ആർക്കുമില്ലാത്ത പ്രയാസങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വേദനാജനകമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ആരോട് ചോദിച്ചിട്ടും മറുപടി പോലും കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവസന്നിധിയിൽ വിശ്വസിക്ക്. എൻ്റെ ജീവിതം ഒരു ദൂതായി മാറാൻ, എൻ്റെ ജീവിതം അനേകർക്ക് പ്രചോദനമായി മാറാൻ ദൈവം ഈ വിഷയങ്ങൾക്കകത്തെല്ലാം ഹല്ലേലൂയ. പണ്ട് തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ സിംഹത്തിൻ്റെ ഉടലിനകത്ത് തേൻകൂട് കരുതി വെച്ചിരുന്നത് പോലെ നിന്റെ കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയ്ക്ക് നടുവിൽ, വേദനയുടെ നടുവിൽ, നീ അനുഭവിക്കുന്ന ആത്മനൊമ്പരങ്ങളുടെ നടുവിൽ സ്വർഗസ്ഥനായ ദൈവം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനുള്ള ദൈവിക ആലോചനകൾ കരുതി വെക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിനകത്ത്, ദാവീദിന്റെ കൂടെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ചില ആളുകൾ, അവരാണ് ഏറ്റവും അടുത്ത് അദ്ദേഹത്തിൻ്റെ വേദനകൾ അറിയുന്നത്. അങ്ങനെ എല്ലാവർക്കും കണ്ടേക്കാം. ദാവീദ് ഒരു രാജാവായിരുന്നു, ഒരു നേതാവായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് കുറേ ആളുകൾ, സ്തോത്രം, ഏകദേശം വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന കണക്കനുസരിച്ച് 400 പരം ആളുകൾ സ്തോത്രം ദാവീദിൻ്റെ കഷ്ടകാലത്ത്, കാട്ടിൽ അലയുന്ന സമയത്ത്, ദരിദ്രരും പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിലും ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. എങ്ങനെ ആ ടീമിനെ ആരും അറിയാതെ ഒരു സംഘത്തെ കാട്ടിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്നു, അവരെല്ലാവരും ഒരുമിച്ച് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒന്നും എനിക്കത്ര തിട്ടമായിട്ട് അറിയില്ല. എങ്കിലും ഒറ്റപ്പെടലിൻ്റെ വേദനയിലും വീട് വിട്ടലയുമ്പോഴും കാട്ടിൽ കിടക്കുമ്പോഴും ഈ വാക്യമൊക്കെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ചിലരെ ദൈവമായ കർത്താവ് ഒരുക്കിയിരുന്നു.